ഭാരതത്തിൽ ഒരു കാലഘട്ടത്തിൽ സ്ത്രീ നരകത്തിൻ്റെ വാതിലാണ് എന്ന് വിശ്വസിച്ചിരുന്നു. സ്ത്രീ നാഗിനിയാണ്. ഈശ്വരനെ സ്നേഹിക്കണമെങ്കിൽ പോലും സ്ത്രീയിൽ നിന്ന് അകന്നു പോകണം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ തൻ്റെ പത്നി ലക്ഷ്മി ദേവിയുടെ അവതാരമാണ്, ലക്ഷ്മിയാണ് ജീവിതത്തിൽ വന്നിരിക്കുന്നത് എന്ന് മാനിക്കുകയും അതുപോലെ ഭാര്യയെ സ്നേഹിക്കുകയും കുടുംബത്തിനെ സ്വർഗമാക്കി മക്കളെ ദേവതകളെപ്പോലെ സ്നേഹിച്ചിരുന്ന ഒരു മഹാവിഭൂതിയാണ് ദാദാ ലേഖരാജ്. 1937 അദ്ദേഹത്തിലൂടെ ഭഗവാൻ തൻ്റെ സ്ഥാപന എന്ന കർമ്മം ആരംഭിക്കുകയും ഇന്ന് വിശ്വപ്രസിദ്ധമായിരിക്കുന്ന പ്രജാപിതാ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ആരംഭം കുറിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സമ്പൂർണമായ ഈ ദിവസം ജനുവരി 18 വിശ്വം മുഴുവൻ സ്മൃതി ദിവസമായി ആഘോഷിക്കുന്നു. ഈ ദിവസത്തിനെ എല്ലാ ബ്രഹ്മകുമാരി കുമാരന്മാരും ഈ ദിവസം മാത്രമല്ല ജനുവരി മാസം മുഴുവൻ തന്നെ തങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ആത്മീയ ഉന്നതിക്കുള്ള സാധനയ്ക്കും പുരുഷാർത്ഥത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് സൈലൻസ് കൂടുതൽ ഒബ്സർവ് ചെയ്തുകൊണ്ട് ജീവിതത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു വിശിഷ്ട മാസം കൂടിയാണ് ഈ ദിവസം. ഇന്നത്തെ ദിവസം സൃഷ്ടിയുടെ ചരിത്രത്തിൽ തന്നെ സുവർണ താളുകളിൽ എഴുതപ്പെടേണ്ട വിശിഷ്ട ദിവസമാണ്. കാരണം അമ്മമാരെ മുന്നിൽ വെച്ചുകൊണ്ട് മാതൃശക്തിയിലൂടെ ഭഗവാൻ തൻ്റെ ഭക്തിയായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിശ്വമാതാവായ ബ്രഹ്മാ ബാബ, പ്രജാപിതാ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ സ്ഥാപകനായിരിക്കുന്ന പ്രജാപിതാ ബ്രഹ്മ, അദ്ദേഹത്തിൻ്റെ സമ്പൂർണമായ ദിവസം ഈ ദിവസമാണ് സ്മൃതി ദിവസം എന്ന പേരിൽ നമ്മൾ ആഘോഷിക്കുന്നത്. എങ്ങനെയാണോ ഭഗവാൻ തൻ്റെ പത്നിയായി ബ്രഹ്മാബാബയെ തിരഞ്ഞെടുത്തത്, അതേപോലെ അദ്ദേഹം ഈ സൃഷ്ടിയിലെ എല്ലാ അമ്മമാരെയും അദ്ദേഹത്തിലൂടെ ഭഗവാൻ മുന്നിലേക്ക് വയ്ക്കും. അമ്മമാരുടെ തപസ്സിലൂടെയും അമ്മമാരുടെ ത്യാഗത്തിലൂടെയും അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ ഈ സൃഷ്ടിയെ തന്നെ സ്വർഗമാക്കും എന്ന വലിയൊരു പ്രതിജ്ഞയോടുകൂടി ആരംഭിച്ച വിദ്യാലയമാണ് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം. ഇന്നും ലോകത്തിൽ ഏറ്റവും കൂടുതൽ അമ്മമാരാൽ നയിക്കപ്പെടുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പദവിയിൽ അമ്മമാരായിരിക്കുന്ന സഹോദരിമാരായിരിക്കുന്ന ഏക വിദ്യാലയമാണ് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം. ഈ വിദ്യാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഓരോ കന്യകയ്ക്കും അല്ലെങ്കിൽ ഓരോ അമ്മയ്ക്കും അവരുടെ ജീവിതത്തിൻ്റെ മൂല്യം 100 മടങ്ങ് കോടി കോടി മടങ്ങ് വർദ്ധിച്ച ഒരു അനുഭൂതി ഉണ്ടാകും. എപ്പോൾ ഭഗവാൻ നമ്മളെ സ്വന്തമാക്കുന്നോ എല്ലാ കാര്യങ്ങളിലും നമ്മളുടെ സ്വന്തമായിക്കൊണ്ട് മുന്നിലും പിന്നിലും ഇടത്തും വലത്തും എന്താഗ്രഹങ്ങൾ ആഗ്രഹിച്ചാലും അതെല്ലാം നടത്തി തന്നുകൊണ്ട് സ്വന്തം അമ്മയുടെയും അച്ഛൻ്റെയും പാലന തന്നുകൊണ്ട് സ്ത്രീയെ ശക്തിയാക്കി ദേവിയാക്കി ലോകത്തിന് മുന്നിൽ മാതൃകയാക്കി മാറ്റുന്ന ഒരു ഉത്തമമായ കർമ്മ പദ്ധതിയുടെ ആരംഭമായിരുന്നു 1937 ബ്രഹ്മാവിലൂടെ ഭഗവാൻ ആരംഭിച്ചത്. ആ കർമ്മത്തിൻ്റെ പൂർണ്ണമായ പ്രതിരൂപം എങ്ങനെ നമ്മൾ ആ കർമ്മം ചെയ്യണം, എങ്ങനെ ഒരു വിശ്വത്തിനെ ഒരു കുടുംബം പോലെ കണ്ടുകൊണ്ട് വിശ്വസേവയ്ക്ക് വേണ്ടിയുള്ള കൊച്ചു കൊച്ചു കുടുംബങ്ങളെ പരിപാലിക്കുന്നതിലൂടെ അഥവാ കൊച്ചു കൊച്ചു സെൻറ്ററുകളെ ഈശ്വരൻ്റെ കുടുംബമായി മാനിച്ചുകൊണ്ട് ലോകത്തിന് മുഴുവൻ ശക്തി നൽകുന്ന ശക്തി സ്തംഭങ്ങളാക്കി മാറ്റേണ്ടത് എങ്ങനെ എന്ന് തൻ്റെ ജീവിതത്തിലൂടെ ബ്രഹ്മാ ബാബ നമുക്ക് കാണിച്ചു തന്നു. എൻ്റെ എന്നോ ഞാനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേ കണ്ണിൽ കണ്ടുകൊണ്ട് എല്ലാവർക്കും ഒരേ സ്നേഹവും പരിപാലനയും നൽകിക്കൊണ്ട് എല്ലാവരുടെ മുന്നിലും മാതൃകയായിരുന്ന വിശ്വമാതാ അഥവാ ബ്രഹ്മാമാം ആയിരുന്നു, ബ്രഹ്മാവാകുന്ന അമ്മയായിരുന്നു ബ്രഹ്മാ ബാബ. ഇന്നത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ സ്മൃതികളിലൂടെ പരമാത്മാവിനെ ഓർമ്മിക്കുകയും ആ മുഖത്തിൽ നോക്കുമ്പോൾ പരമാത്മാവിൻ്റെ ശക്തിയും പരമാത്മാവിൻ്റെ സാന്നിധ്യവും അനുഭവിച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തെ പരിവർത്തനപ്പെടുത്താൻ ലക്ഷോപലക്ഷങ്ങൾ തയ്യാറാകുകയും ചെയ്യുന്ന ഒരു വിശിഷ്ട ഓർമ്മ നൽകുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം. ഓരോ ബ്രഹ്മകുമാരി കുമാരൻ്റെയും എല്ലാവരുടെയും ലക്ഷ്യം ഇതാണ്. നാളെ നമ്മുടെ ജീവിതവും അനേകർക്ക് സ്നേഹം പകരുന്ന ശക്തി പകരുന്ന ഒരു മാതൃകയായി മാറണം. അതിനെ പിന്തുടരാനുള്ള കാലടികളാണ് ബ്രഹ്മാ ബാബയുടെ ജീവിത ചരിത്രം. ബ്രഹ്മാ ബാബ തൻ്റെ മക്കളെ ലൗകികത്തിൽ സ്നേഹിച്ചിരുന്നത് സ്വന്തം ദേവതകൾ തനിക്ക് മക്കളായി പിറന്നിരിക്കുകയാണെന്ന സ്നേഹത്തോടെ ആയിരുന്നു. ഈവൻ മക്കളെ കൊണ്ട് മുടിയിരാൻ പോലും സമ്മതിക്കില്ലായിരുന്നു. അത്രത്തോളം മക്കളെ സ്നേഹിച്ചിരുന്ന
ഒരു അച്ഛനായിരുന്നു ബ്രഹ്മബാബ. എപ്പോഴാണോ അദ്ദേഹത്തിന് ഭഗവാൻ പ്രജാപിത ബ്രഹ്മാവ് എന്ന പേര് കൊടുത്ത് നാട്ടിലുള്ള എല്ലാ മക്കളെയും സ്വന്തം മക്കളാണെന്നുള്ള സ്നേഹത്തോടെ ജീവിക്കാനുള്ള ആജ്ഞ കൊടുത്തത്, ദാദാ ലേഖ്രാജിൻ്റെ കുടുംബം ഓം മണ്ഡലി എന്ന പേരിൽ ബ്രഹ്മകുമാരീസിൻ്റെ ആരംഭ കാലഘട്ടത്തിലെ തപസ്വി മൂർത്തികളുടെ ഗുഹയായി മാറിയത് ആ കാലഘട്ടത്തിൽ 370 അംഗങ്ങൾ അടങ്ങുന്ന ഒരു വലിയ കുടുംബമായിരുന്നു ആ കുടുംബം. ബ്രഹ്മബാബ പരമാത്മാവിൻ്റെ പത്നി വിശ്വജനനി എന്ന റോളിലാണ് എല്ലാവരെയും സ്നേഹിച്ചിരുന്നത്. കേവലം മനുഷ്യാത്മാക്കളെ മാത്രമല്ല, പക്ഷിമൃഗാദികളെ പോലും ബാബ തൻ്റെ സ്വന്തമായിക്കൊണ്ട് സ്നേഹിച്ചിരുന്നു. അന്ന് ഒരു കുരങ്ങ് എല്ലാ ദിവസവും ബാബ എടുത്ത് ആഹാരം കഴിക്കാൻ വരുമായിരുന്നു. സമയത്ത് അതിനെ കണ്ടില്ലെങ്കിൽ ബാബ പറയുമായിരുന്നു, മോനെ എന്തുകൊണ്ടാണ് സമയമായിട്ടും കാണാത്തത് എന്ന്. ബാബ കിളികൾക്ക് ദിവസവും ആഹാരം കൊടുക്കുമായിരുന്നു. എല്ലാ മക്കളെയും, എൻ്റെ എന്നോ മറ്റുള്ളവരുടെ മക്കളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരേപോലെ സ്നേഹിച്ചിരുന്നു ബാബ. ഇതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഒരു അനുഭവത്തിലൂടെ നിങ്ങളോട് പറയുകയാണ്. യജ്ഞത്തിലെ ആദ്യത്തെ ട്രസ്റ്റിയായിരുന്നു ജഗദംബ സരസ്വതി. മമ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന മമ്മയും ഒപ്പം ബാബയും എല്ലാ ദിവസവും യജ്ഞത്തിലെ കാര്യങ്ങളെല്ലാം ശരിക്കും നടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി എല്ലാ കുട്ടികളുടെ അടുത്ത് നടന്നു നോക്കുമായിരുന്നു. ആ സമയത്ത് ഒരു ദിവസം പാത്രം കഴുകുന്ന സ്ഥലത്ത് ചെന്ന സമയത്ത് ഒരു പാത്രം നിന്ന് നൃത്തം ചെയ്യുകയാണ്. ബാബ നോക്കുമ്പോൾ ആരെയും കാണാനില്ല, ഒരു പാത്രം നിന്ന് നൃത്തം ചെയ്യുന്നുണ്ട്. ഇവിടെ ആരാണ്, ഇവിടെ മകളെ ആരാണ് ഇതിൻ്റെ ഉള്ളിലെന്ന് ചോദിച്ച സമയത്ത് അച്ഛാ ഞാനിവിടെ ഉണ്ട് എന്ന് ബാബയുടെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കന്യക മറുപടി പറഞ്ഞു. ആ കന്യക മറ്റാരും ആയിരുന്നില്ല, ബാബയുടെ ലൗകിക പുത്രിയായിരുന്ന നിർമ്മൽ ശാന്ത ദാദി ഇന്ന് യജ്ഞത്തിൽ അറിയപ്പെടുന്ന ദാദി ആയിരുന്നു. ദാദി ഇന്ന് കൽക്കത്ത സോൺ ഇൻചാർജാണ്. ആ കാലഘട്ടത്തിൽ തൻ്റെ സ്വന്തം പുത്രിയായിട്ട് പോലും ബാബ എല്ലാ മക്കൾക്കും ഒരേപോലെ ഡ്യൂട്ടി കൊടുത്തിരുന്നു. തൻ്റെ പുത്രിയായിട്ടും ആ പുത്രിക്കും എല്ലാവരും ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യാനുള്ള റോള് ബാബ കൊടുത്തിരുന്നു. അങ്ങനെ എല്ലാ മക്കളെയും ഒരുപോലെ സ്നേഹിച്ചുകൊണ്ട് ഈ സൃഷ്ടിയുടെ തന്നെ അലൗകിക അച്ഛനും വിശ്വത്തിൻ്റെ മാതാവും എന്ന വിശേഷമായ റോൾ അഭിനയിക്കുന്ന ആ നമ്മുടെ എല്ലാവരുടെയും അലൗകിക അച്ഛനാണ് ബ്രഹ്മബാബ. ആ ബ്രഹ്മബാബയുടെ സ്നേഹം നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ദിവ്യഗുണങ്ങളെ കർമ്മത്തിൽ കൊണ്ടുവരാൻ ശക്തരാക്കും. ഈ സ്നേഹം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഒരു പ്രാവശ്യം ബ്രഹ്മകുമാരീസിൽ വന്ന് ഇവിടുത്തെ ജ്ഞാനം മനസ്സിലാക്കി ബ്രഹ്മബാബയും നമ്മളും തമ്മിലുള്ള ആ ഒരു ബന്ധം മനസ്സിലാക്കി സ്നേഹം വരുന്നതോടുകൂടി ബാബയുടെ ശക്തിയും ബാബയുടെ കർമ്മങ്ങളുടെ യാത്രയും നമുക്കും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ സൗഭാഗ്യം ഉണ്ടാകട്ടെ. ഈ സ്നേഹം അനുഭവിക്കാനും ഈ ശക്തി ആർജിക്കാനും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ഇന്നത്തെ ദിവസം ആശംസിക്കുകയാണ്. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് മുകളിൽ സെർച്ച് ബാറിൽ BK സ്പേസ് ഷീജ എന്ന് ടൈപ്പ് ചെയ്യണം. തുടർന്ന് സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.